എങ്ങനെ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. കഴിഞ്ഞ വേൾഡ് കപ്പിലും ഗ്രൂപ്പ് ഇയില്, ഈ വേൾഡ് കപ്പിലും ഗ്രൂപ്പ് ഇയില്. എന്തുവാണ് ഇതൊക്കെ? എന്തായാലും കഴിഞ്ഞ 2 വേൾഡ് കപ്പ് 2014 ചാമ്പ്യന്മാരായതിനു ശേഷം പിന്നെ 2 വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജ് പോലും കടക്കാനാകാതെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ മരണ ഗ്രൂപ്പിൽ പെട്ട് ചതഞ്ഞഴിഞ്ഞ് പോയ ആ ക്ഷീണമെല്ലാം തീർക്കാനാണ് ജൂലിയൻ നഗൽസ്മാന്റെ സംഘം എത്തുന്നത്. അപ്പം നിങ്ങളുടെ എന്താ പറയുക, ജർമ്മൻ ഫാനായ ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുത്തേക്ക്. പിന്നെ ജർമ്മൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടേക്ക്, ബാക്കിയുള്ളവരും കാണാം. ഓക്കെ, അപ്പം വെൽക്കം ടു കിക്ക് ഓഫ്. അതായത് ജർമ്മനിയുടെ സമയത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. അറിയണ്ടേന്നേ, ജർമ്മനിയുടെ സമയമൊക്കെ. ജർമ്മനി നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ആരാധകരുള്ള ആ ടീമിന്റെ സമയം അറിയില്ലേ, പിന്നെ നമ്മൾ ആരുടെ സമയം അറിയാനാണ്. അതായത് ജൂൺ 14-ാം തീയതി രാത്രി 10:30 കൊസാവോമായിട്ടാണ് ജർമ്മനിയുടെ മത്സരം. വലിയ സീനില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ജൂൺ 21-ന്, അതായത് ജൂൺ 20 വ്യാഴാഴ്ച രാത്രി പാതിരാത്രി, ജൂൺ 21 നമ്മുടെ ടൈം പറയുകയാണെങ്കിൽ 1:30 പുലർച്ചെ 1:30 ഐവറി കോസ്റ്റുമായിട്ട് കളിക്കുന്നു. അതും വലിയ തരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ടഫാണെങ്കിലും ജർമ്മനി സംബന്ധിച്ച് ടഫാണോ എന്നുള്ളത് കാര്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇനി ജൂൺ 26-ന്, അതായത് ജൂൺ 25-ാം തീയതി ശനിയാഴ്ച പാതിരാത്രി, അതായത് നമ്മുടെ സമയം ജൂൺ 26-ാം തീയതി പുലർച്ചെ 1:30 ആരുമായിട്ട്, ഇക്വഡോറുമായിട്ട്. ജർമ്മനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പരീക്ഷണം എന്ന് പറയാനുള്ളത് ഇക്വഡോർ മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് ഇനി അത് മത്സരം തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് ടഫസ്റ്റ് എന്നൊക്കെ നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ജർമ്മനിയുടെ ഒരു ഫിക്സർ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു. അപ്പം നമ്മുടെ ടാഗ് ലൈൻ ഇതാണ്: വേൾഡ് കപ്പ് സീൽ ടോക്സ് റെഡി ടു സ്പ്രെഡ് മാഡ്നസ് ഓഫ് ഫുട്ബോൾ. ഞാൻ റെഡി ആയി കഴിഞ്ഞു, നിങ്ങളും റെഡി അല്ലേ? സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക ഗൈസ്. അപ്പോൾ